എല്ലാവർക്കും നമസ്കാരം. ഗൾഫ് മലബാരി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരങ്ങ കൊണ്ട് പായസമാണ്. ചിരങ്ങ കൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചിരങ്ങ വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക. ആ കുക്കറിലേക്ക് ഇട്ടിട്ട് കുക്കർ മൂടി ഒരു രണ്ട് വിസിലടുപ്പിക്കുക. 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈസിയാണ് പരിപാടി. 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞ് എടുത്തിട്ട് അത് നമ്മൾ ആ വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു മിക്സിയിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്ത് ശർക്കര ഉരുക്കാൻ വെക്കണം. നമ്മൾ ശർക്കര എന്ന വെല്ലം അത് ഉരുക്കി വെക്കുക. എന്നിട്ട് കുക്കറിൽ കൂക്കി കഴിഞ്ഞു. നമ്മൾ എടുത്ത് നോക്കാം, അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി അത് എടുത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇടുമ്പോൾ തന്നെ ശർക്കര ഉരുകി കഴിഞ്ഞിട്ട് ഓൾറെഡി ആ വെല്ലം ഉരുകി കഴിഞ്ഞു. ആ വെല്ലമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പോരായ്മ വരികയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇനി പഞ്ചസാര മാത്രം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇനി ഈ ചിരങ്ങ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നാളികേരം പൊളിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് പാലെടുത്ത് മാറ്റി വെക്കണം. ഞാൻ 2 നാളികേരം എടുത്ത് അതിൻ്റെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാലാണ് തമ്പാലെന്ന് പറയും. ആ പാലാണ്. അത് ഒഴിക്കുക. നമ്മൾ ആദ്യം സ്റ്റവ് കത്തിക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ചിരങ്ങ ഉണ്ടല്ലോ, ചിരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിരങ്ങ അതിലേക്ക് ഒഴിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ട് ചൂടാക്കിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പാലും വേണം. 1 ലിറ്റർ പാലും കൂടി എടുക്കുന്നുണ്ട് ഞാൻ. ആ പാല് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ആ പാത്രം ഒന്ന് വൃത്തിയാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അടി പിടിക്കാനേ പാടില്ല. അത് അടി പിടിക്കാതെ വെച്ചുകൊണ്ടേ ഇരിക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു മരത്തിൻ്റെ സ്പൂണാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇളക്കുകയാണെങ്കിൽ മരത്തിൻ്റെ സ്പൂൺ എടുത്തിട്ട് ഇളക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ വിഷു ആണല്ലോ, വിഷുവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും വിഷുവിന് ഇത് ഉണ്ടാക്കുക നിർബന്ധമായിട്ട്. ഇത് നമ്മൾ നല്ല ഇളക്കി മിക്സ് ആയത് നല്ല യോജിപ്പിച്ച് തിളപ്പിക്കുക. ഇനി വല്ലാതെ പണിയില്ല, നമ്മൾ ഓൾറെഡി ചിരങ്ങ തിളച്ചിട്ടുണ്ട്. പാലും ചൂടായി. ഇപ്പം പാലും ചൂടാവും. അതിപ്പോൾ നമ്മൾ ഇനി എന്താ ഇതിലേക്ക് എടുത്ത് വെച്ചാൽ പൊട്ടുകടല പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെ ഈ പൊട്ടുകടല ഉണ്ട്. ആ പൊട്ടുകടല എടുത്ത് നമ്മൾ ഈ തമിഴ്മാർ ചട്നി അരക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മൾ കാഷ്നട്ട് അണ്ടീൻ്റെ അണ്ടിപ്പരിപ്പാണ് നമ്മൾ വേറെ എടുത്തിട്ടുള്ളത്. നമ്മൾ മുന്തിരി ഓൾറെഡി നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. അണ്ടിപ്പരിപ്പും ഇത് മാത്രം. പിന്നെ നമ്മൾ എടുക്കുന്നത് നാളികേരം നല്ല മൂത്ത നാളികേരം ഒരു മുറി എടുത്തിട്ട് നല്ല എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ നെയ്യിൽ അത് വറുത്തെടുക്കണം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും ഈ കടലയൊക്കെ അതേപോലെ തന്നെ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ പായസം ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിത് ഈ ശർക്കര എടുത്തിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ആ വെല്ലം ഇതിലേക്ക് ഒഴിക്കുക. അപ്പം നമ്മൾ ഈ ശർക്കര ഉരുക്കുന്ന ടൈമിൽ ഒരു 5-8 ഏലക്കായ നമ്മൾ കുത്തിയിട്ട് അതിലിട്ടിരുന്നു. അപ്പോൾ ഏലക്കായൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ നമ്മൾ പിന്നെ വറുത്ത് പൊടിക്കണമൊന്നുമില്ല, ഇതിലിട്ട് അങ്ങനെ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഒഴിച്ച് ഇതിൽ ആഡ് ചെയ്തു. ഒന്നുകൂടി നല്ലോണം തിളപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇത് തേങ്ങ അത് നാളികേരമാണ്, പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ പൊട്ടുകടലയും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ പൊട്ടുകടല ഇതിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പൊട്ടുകടല ഇട്ട് കഴിഞ്ഞാൽ കടിക്കാൻ വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ഇതിൽ. ചിരങ്ങ പായസമായതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജ്യൂസ് അടിച്ച് കഴിഞ്ഞു, അതുകൊണ്ട്. അപ്പോൾ ഈ പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇടണം. പിന്നെ നാളികേരം കൊത്തിയരിഞ്ഞ് അതും നമ്മൾ ഓൾറെഡി വറുത്തുകൊണ്ടിരിക്കുകയാണ്, അതും നമുക്ക് ആ നെയ്യോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കടലയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ തന്നെ നമ്മൾ അടുപ്പത്ത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കണ നാളികേരം
നാളികേരം വറുത്തതാണ്. ആ നെയ്യോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പായസം റെഡിയായി. പായസം ഭയങ്കര ടേസ്റ്റാണ്. ഈ ചിരം കൊണ്ട് പായസം വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വിജയിപ്പിക്കുക. അപ്പം നമ്മളെ പായസം ഇതേപോലെ പല ഐറ്റങ്ങളും നമുക്ക് ഇറക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സഹായിച്ച് നമ്മളെ കൂടെ കൂടുക. അപ്പോൾ പായസം റെഡിയായി, ഇനി നമുക്ക് കുടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മളെ ഈ ചാനലിലൊന്ന് വിജയിപ്പിക്കുക കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസകൾ. നാളെ വിഷുവാണ്, അപ്പോൾ വിഷു ആശംസകൾ. അപ്പം താങ്ക് യു. നമ്മൾ എല്ലാവരും നല്ല ഒരു ചാനലാക്കി മാറ്റി തരിക, വിജയിപ്പിക്കുക. താങ്ക്